ഹായ് എവരിവൺ, സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠം 5 സംസ്കാരവും ദേശീയതയും എന്നതിനെക്കുറിച്ചാണ് പഠിച്ചത്. ആ സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ അതിനു മുൻപ് നമ്മൾ പഠിച്ച സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരുപാട് PSC പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇപ്പം ഈ പാഠങ്ങൾ ഒന്ന് കണ്ടുപോകുന്നത്. സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻസും ഈ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആ ലിങ്ക് കയറി ക്ലാസ് കാണുക. അതിനുശേഷം ഈ ക്ലാസ് കാണുക. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നതുള്ളതാണ്. ഇവിടെ ഈ പാഠത്തിൻ്റെ ആദ്യം തന്നിരിക്കുന്ന ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയെത്തും അല്ലേ. അപ്പം ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യൻ ജനത അതിനെ ചെറുത്ത് നിൽക്കുന്നതെങ്ങനെ എന്നൊക്കെയുള്ളതാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല. പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചത്, നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ബ്രിട്ടീഷുകാരുടെ ചൂഷണം കാരണം നമ്മൾ ഇന്ത്യൻ ജനത എന്ത് തീരുമാനിച്ചു? ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ, അതായത് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുകയും പകരം ഇവിടെ ശർക്കര ഉപയോഗിക്കുന്നു എന്നുമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പഞ്ചസാര ഒരു ബ്രിട്ടീഷ് ഉൽപ്പന്നമായതുകൊണ്ട് അവരതിനെയും ബഹിഷ്കരിച്ചിരിക്കുന്നു. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പാക്കിയത്. ഭൂനികുതി വ്യവസ്ഥകളും അവ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളുമാണ് ബോക്സിൽ തന്നിരിക്കുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി ഭൂനികുതി ഉണ്ടായിരുന്നത്. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ, റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശം, മഹൽവാരി പശ്ചിമേന്ത്യൻ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നികുതി പിരിച്ചിരുന്നവർ അറിയപ്പെടുന്നത് സെമീന്ദാർമാർ എന്നായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാറായിരുന്നു. സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. അപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശം, ആ ഒരു പ്രദേശത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് അവിടെ നികുതി പിരിക്കുന്ന സെമീന്ദാറായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ കർഷകർ എന്തായി? അവർ കുടിയാന്മാരാകുകയും ജമീന്ദാർമാർ ഭൂ ഉടമകളായി മാറുകയും ചെയ്യുന്നു. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. പക്ഷേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവർ കൊണ്ടുവന്ന നിയമങ്ങൾ? വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണം. വിളവ് മോശമായാലും നികുതി നൽകണം. ഒരു നിശ്ചിത തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അപ്പോൾ ആരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കോൺവാലിസ് പ്രഭുവാണ്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റ് വാരി വ്യവസ്ഥ എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? അത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു. ഈ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്ന വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകന് തന്നെയായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? ഗ്രാമത്തലവനാണ്. അപ്പം ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ തന്നെ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്നും ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് ബോക്സിൽ ചില വിളകളും അവ കൃഷി ചെയ്തിരുന്ന പ്രദേശവും തന്നിട്ടുണ്ട്. അപ്പം നീലം കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ബംഗാൾ, ബീഹാർ എന്നീ പ്രദേശങ്ങളിലായിരുന്നു. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില അസം, കേരളം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ഇവിടങ്ങളിലൊക്കെയായിരുന്നു ഈ വിളകൾ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. അവർ കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്തായി? അവർ കർഷകർക്ക് വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ അവർ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ അവർ കൃഷി ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നുവല്ലോ. അപ്പോൾ മാത്രമല്ല നികുതി എന്തായിട്ട് പണമായിട്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങളിൽ യൂറോപ്പിനായി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കാലത്ത് വ്യാപകമായ കൃഷികളാണ് നമുക്കിവിടെ ബോക്സിൽ തന്നത്. നീലം ബംഗാൾ, ബീഹാർ. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില അസം, കേരളം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. അടുത്തതായി നമുക്ക് നീലം കർഷകരുടെ കലാപം. അപ്പം നീലം കൃഷി ചെയ്യുന്നത് എവിടെയായിരുന്നു? നീലം കൃഷി ചെയ്യുന്നത് ബീഹാർ, ബംഗാൾ എന്നീ പ്രദേശത്തായിരുന്നു. നീലം കർഷക കലാപം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത്
വിപണിയിൽ ഉയർന്ന വിലയാണ് ലഭിച്ചിരുന്നത്. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. നീലം കൃഷിയുടെ വിളവെടുപ്പാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. നീലം കൃഷിയുടെ വിളവെടുപ്പാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നല്ലോ. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. അതോടെ നീലത്തിൻ്റെ ആവശ്യവും വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൽ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമായിരുന്നു. അതായിരുന്നു നിബന്ധന. മാത്രമല്ല, കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങൾ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ വളരെ ദുരിതത്തിലായി. അപ്പോൾ 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ നീലം കർഷകർ കലാപം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1859 നീലം കർഷക കലാപം അല്ലെങ്കിൽ നീലം കർഷക കലാപം ആരംഭിച്ചത് എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്നാണ്? 1859. അമ്പും വില്ലും വാളും കുന്തവുമായി നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി. അവർ കർഷകർക്ക് പിന്തുണയും നൽകി. അപ്പം നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. അപ്പോൾ ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷനും നിർദ്ദേശിക്കുന്നു. അപ്പോൾ കർഷക കലാപങ്ങൾ കേരളത്തിലും ഇതേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണങ്ങൾ. അപ്പം ഈ മലബാറിലും ഈ സമയത്ത് തന്നെ എന്താണ് കർഷക കലാപങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമായിരുന്നു. ജന്മിമാരെയാണ് ഭൂ ഉടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂ ഉടമകളായിരുന്നു ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. അപ്പോൾ ഈ കർഷകർ എന്താ ചെയ്തത്? ഇവർ ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു. അപ്പം ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. ഈ മലബാറിലെ മുസ്ലിംസിനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? മാപ്പിളമാരെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപം മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം മലബാർ കലാപം എങ്ങനെയും അറിയപ്പെടുന്നു? മാപ്പിള കലാപം എന്നും മലബാർ കലാപം അറിയപ്പെടാൻ തുടങ്ങി. ഇതിന് കാരണം ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമായിരുന്നു. ഏത് കാലത്തായിരുന്നു? 19-ാം നൂറ്റാണ്ട്. ഈ 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. അപ്പോൾ മലബാറിലെ കർഷക കലാപം അടിച്ചമർത്താനായിട്ട് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ ഈ കലാപത്തെ അടിച്ചമർത്താൻ ഒരു പ്രത്യേക പോലീസ് വിഭാഗത്തെ നിയോഗിക്കുന്നു. അതാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അപ്പം മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്.
ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അപ്പം വില്യം ലോഗൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ എപ്രകാരമായിരുന്നു? മലബാർ കലാപത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമാണെന്ന് വില്യം ലോഗൻ റിപ്പോർട്ട് നൽകി. ഇനി ഇവിടെ നമുക്ക് കനോലിയെ പറ്റി പറയുന്നുണ്ട്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പോൾ മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ്? അതാണ് കനോലി. കാടുകൾ കലാപഭൂമിയാവുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയായിരുന്നു 2002. അതിൻ്റെ ആ സ്റ്റാമ്പിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത്. അതിൽ സിദ്ധു മുർമു, കൻഹു മുർമു എന്നെഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളായി പരന്നുകിടന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. അപ്പോൾ സാന്താൾമാർ എവിടെയായിരുന്നു കാണപ്പെട്ടത്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലായിരുന്നു സാന്താളന്മാർ താമസിച്ചിരുന്നത്. ഗോത്ര ജനതയാണ് സാന്താളന്മാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരായിരുന്നു. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി സാന്താൾ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിനെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി മാറി. ഗോത്രജനതയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നുപോയി. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. അപ്പം സാന്താൾ കർഷക കലാപം എന്നാണ്? 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. അപ്പം സാന്താൾ കലാപം എന്നാണ്? 1855. ആരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്? സിദ്ധു കൻഹു. ആരാണ്? എവിടെയാണ്? ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ കലാപം. ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വനനിയമങ്ങൾ ഗോത്രജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായിട്ടുള്ള വനങ്ങളെ ബ്രിട്ടീഷുകാർ വനനിയമം വഴി എന്തായിട്ട് പ്രഖ്യാപിച്ചു? അത് അവരുടെ സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ്? ഈ ഗോത്രജനത വനത്തിലെ വിഭവങ്ങളും ശേഖരിച്ചും പുനംകൃഷി ചെയ്തും വേട്ടയാടിയും ഒക്കെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വനത്തിൽ കയറാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് ഈ വന നിയമം എത്തിച്ചു. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വനങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിക്കാൻ തുടങ്ങി. തോട്ട വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തുകയും ചെയ്തു. അടുത്തതായിട്ട് കുറിച്യ കലാപം. കുറിച്യ കലാപം എവിടെയാണ്? കേരളത്തിലെ കലാപമാണ് അല്ലേ. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യർ കലാപം. അപ്പോൾ എവിടെയാണ് കുറിച്യർ കലാപം അരങ്ങേറിയത്? വയനാട്ടിൽ. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ് കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 ആണ് കുറിച്യർ കലാപം നടക്കുന്നത്. കുറിച്യർ കലാപത്തിൻ്റെ വർഷം 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്പരും.
ഈ കുറിച്യർ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നടത്തിയ അമിത നികുതി ചുമത്തി, അവർ പണമായിട്ട് അടയ്ക്കാൻ അന്ന് നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതൊക്കെയായിരുന്നു കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. അപ്പോൾ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ കുറിച്യർ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ കുറിച്യരുടെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. അപ്പം കുറിച്യർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പിയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിടികൂടി വധിക്കുകയും ചെയ്തു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി. അപ്പം ഈ കുറിച്യർ കലാപ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടറായിരുന്നു TH ബേബർ. കലാപത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഗോത്രജനതയെ ബ്രിട്ടീഷുകാർ ഭയന്നു എന്നാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് അന്നത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബേബർ ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ശാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്രവർഗ കലാപങ്ങൾക്കും നമ്മുടെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ കുറച്ചാണ് ഇവിടെ തന്നിരിക്കുന്ന പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കാം, 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്രവർഗ കലാപങ്ങൾ ഇവയിൽ ഉൾപ്പെട്ടതേത്, ഉൾപ്പെടാത്തതേത് എന്ന് ചോദിച്ചാൽ ഗോത്രവർഗ കലാപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സാന്താൾ കലാപം, കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം എന്നിവയാണ്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. അപ്പോൾ ഈ കർഷകരും അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്തു? അവരൊക്കെ കലാപങ്ങൾ നടത്തിയെങ്കിലും അതിലൊക്കെ തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു ഈ ഗോത്ര ജനത നടത്തിയതെന്നാണ് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറയുന്നത്. വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞ ഒരു കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇതാരാണ് പറഞ്ഞത്? വില്യം ബെൻഡിക് പ്രഭു ആണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് പറഞ്ഞത് വില്യം ബെൻഡിക് പ്രഭു ആണ്. ഈ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച തുടങ്ങിയതോടെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു വാക്കുകൾ പറഞ്ഞത്. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. ഈ നാശത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ പരമ്പരാഗത വ്യവസായങ്ങൾ നശിക്കാനുണ്ടായ കാരണം? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണമായിരുന്നു ഇത്. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വിലക്കുറവെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്നും വാങ്ങി. വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ
വളരെ കുറഞ്ഞ വിലയിൽ അവരിവിടെ വിറ്റഴിച്ചപ്പോൾ ഇന്ത്യയിൽ എളുപ്പത്തിൽ അവർക്കത് വിറ്റഴിക്കാനായിട്ട് സാധിച്ചു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖങ്ങൾ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി അവർ ഉപേക്ഷിച്ചു. ബ്രിട്ടീഷുകാർ അതുപോലെ അവരെ ചൂഷണം ചെയ്തു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോകാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും? അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു നമ്മൾ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില ഇന്ത്യയിൽ കുറവായിരുന്നു. റെയിൽവേ വ്യാപകമായതോടെ ഇവിടുന്ന് പരുത്തി ബ്രിട്ടനിലേക്കും അവിടെ നിന്നും തുണിത്തരങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോലും എത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. പിന്നെ ഈ നെയ്ത്തുകാരെ കൊണ്ട് അടിമകളെ പോലെ വളരെയധികം ചൂഷണം ചെയ്യിച്ച് അവരെ ജോലി ചെയ്യിച്ചു. അപ്പോൾ അവർ ആ ജോലി ഉപേക്ഷിച്ച് മറ്റു ജോലി ചെയ്യാൻ നിർബന്ധിതരായി. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരികുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലും വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. ഉൽപാദന മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷ ഫലം. അപ്പോൾ ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ചയുടെ കാരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. മൺപാത്ര നിർമ്മാണം, അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. മൺപാത്ര നിർമ്മാണ വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താ? അലുമിനിയം പാത്രങ്ങൾ ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തു. തുകൽപ്പണി ഗ്രാമീണ വ്യവസായമായിരുന്നു. അതിൻ്റെ തകർച്ചയോ? അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. അപ്പോൾ ഈ തുകൽ ഇവിടുന്ന് എങ്ങോട്ട് കയറ്റി അയക്കാൻ തുടങ്ങി? യൂറോപ്പിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങി. മരപ്പണി, ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. അപ്പോൾ മരപ്പണിക്കാർക്ക് എന്തായി? അവർക്ക് ലോഹനിർമ്മിത യന്ത്രങ്ങൾ വന്നപ്പോൾ അവരുടെ ആ വ്യവസായവും അല്ലെങ്കിൽ അവരുടെ ജോലിയും അവർക്ക് ഇല്ലാതായി. കാർഷിക മേഖലയുടെയും കരകൗശലത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കും ഇന്ത്യയെ തള്ളിവിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്താൽ മരണമടഞ്ഞു. ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും എന്നതാണ് അടുത്ത തലക്കെട്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ച കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം എന്താണ്? തോട്ടം വ്യവസായമായിരുന്നു. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. ഇത്തരം വ്യവസായശാലകളിൽ തൊഴിലാളികൾ ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. കാരണം എന്താണ്? മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ, ഇതെല്ലാം തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിൽ ജീവിതം എന്ന് ഒരു ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കി പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി
വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. അപ്പം ജർഗൻ കുസ്റ്റിയാസ്കി എന്താ പറഞ്ഞത്? അദ്ദേഹം ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ്. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഈ ബോക്സിൽ തന്നിരിക്കുന്നതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ചിലപ്പം ഇതാര് പറഞ്ഞതാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ആ കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിനുദാഹരണമായിരുന്നു. അപ്പോൾ ഈ തൊഴിലാളികൾ ഇവർ ഈ ചൂഷണം സഹിച്ച് മടുത്തു. അതിൻ്റെ ഫലമായിട്ട് കൽക്കട്ടയിലും ബോംബെയിലും എല്ലാം തൊഴിലാളികൾ സമരങ്ങൾ സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് ഇതുവരെ ഈ പാഠത്തിൽ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർന്നില്ല. അപ്പോൾ അതിനൊരു സംഘടിത സ്വഭാവം അതുകൊണ്ട് തന്നെ കുറവായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിത കലാപങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഉണ്ടായി. അപ്പോൾ ഈ പാഠത്തിൽ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് ഭൂനികുതി വ്യവസ്ഥയെപ്പറ്റി. ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. അപ്പോൾ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നവർ സെമീന്ദാർമാർ. അതുപോലെ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി റൈറ്റ് വാരി. ഗ്രാമത്തെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ മഹലായി കണക്കാക്കി നികുതി പിരിച്ചത് മഹൽവാരി വ്യവസ്ഥ. പിന്നെ നമ്മൾ നീലം കർഷക കലാപം പറഞ്ഞു. വർഷം ഏതാണ്? 1859. അത് എവിടെയായിരുന്നു കലാപം? ബംഗാളിൽ. അപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് പ്രധാന നേതാക്കളുണ്ട്. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് കേട്ടോ. അപ്പോൾ ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ നീല കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്. പിന്നെ നമ്മൾ മലബാർ കലാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എവിടെയായിരുന്നു? കേരളത്തിൽ. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. 1921 കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് 22ഓളം കലാപങ്ങളുണ്ടായി. കലാപകാരികൾ അന്നത്തെ മലബാർ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ വധിക്കുന്നു. അപ്പോൾ ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ വരുന്നു. കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമാണ് ഈ കലാപങ്ങൾക്കെല്ലാം കാരണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സാന്താൾ കലാപം പഠിച്ചു. 1855. എവിടെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ രാജ്മഹൽ കുന്നുകളിൽ അല്ലേ. 1855. നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാനുവും. അത് അവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഇന്ത്യ ഗവൺമെൻറ് 2002 സ്റ്റാമ്പ് ഇറക്കി. പിന്നെ നമ്മൾ കുറിച്യർ കലാപത്തെക്കുറിച്ച് പറഞ്ഞു. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം എവിടെയാണ് നടന്നത്? വയനാട്ടിൽ. നേതൃത്വം നൽകിയത് രാമനമ്പി. ഏതൊക്കെ ഗോത്ര വിഭാഗമാണ് കുറിച്യർ കലാപത്തിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ അത് കുറിച്യരും കുറുമ്പരുമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ തലശ്ശേരി സബ് കളക്ടർ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ. എന്താണ്? TH ബേബർ എന്താ പറഞ്ഞേ? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. പിന്നെ നമ്മൾ കുറച്ച് ഗോത്രവർഗ കലാപങ്ങളുടെ പേരുകൾ പഠിച്ചു. പഹാരിയ കലാപം, ഖാസി കലാപം, മുണ്ട കലാപം, കോൾ കലാപം, ഫീൽ കലാപം അല്ലേ. പിന്നെ ബ്രിട്ടീഷ് വ്യവസായം അല്ലേ, തോട്ടം വ്യവസായം. ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യം തുടങ്ങിയ വ്യവസായം എന്തായിരുന്നു? തോട്ടം വ്യവസായമായിരുന്നു അല്ലേ. പിന്നെ വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞ ഒരു ഉദ്ധരണി നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു.
അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗം പഠിക്കും. ഇതൊരു ഇച്ചിരി വലിയ പാഠമാണ്. അപ്പം ഈ പാഠം നമ്മൾ ഈ കഴിഞ്ഞ 3 ക്ലാസ്സും ഈ ക്ലാസ്സും കൂടെ കൂട്ടി കഴിഞ്ഞ 2 ക്ലാസ്സുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നും ചോദിക്കുന്നതാണ്. നിങ്ങൾ PSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഈ പാഠഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ കുറിച്യർ കലാപം, സാന്താൾ കലാപം, നീലം കർഷക കലാപം, അതുപോലെ വില്യം ബെൻഡിക് പ്രഭുവർണ്ണ ഈ ഉദ്ധരണി, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് വീണ്ടും വീണ്ടും വായിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കണം. എല്ലാവരും ക്ലാസ് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കാണണം. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവരി വൺ.